മദീനത്ത് പോയെന്ന് മദ്ഹ് പാടണം. ഹാഫിൽ ഷബീർ അദനിയുടെ ഈ സ്വപ്നങ്ങൾക്ക് ചിറകേകുന്നത് കലാകാരനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായിട്ടുള്ള ഫാസിൽ എന്ന കൊണ്ടോട്ടിക്കാരൻ ബാപ്പുട്ടിയാണ്. കൂടെ കട്ടക്ക് നിൽക്കാൻ ബാപ്പുട്ടി ഉള്ളതുകൊണ്ടാണ് ഷബീറിൻ്റെ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഏറെ നിറം പകരുന്നത്. പാട്ടുകാരായ ഇരുവരുടെയും സൗഹൃദ കഥയിലെ ഏറ്റവും മനോഹരമായ അധ്യായം മക്ക മദീന പൂന്തോപ്പിൽ രചിക്കാനൊരുങ്ങുകയാണ് ഇരുവരും. ഈ സന്തോഷം പങ്കിടാൻ അവർ തങ്ങളുടെ പ്രിയ സയ്യിദോരുടെ അടുത്തെത്തി. കാണാം വിശേഷങ്ങൾ. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് കൊണ്ടോട്ടിക്കാരൻ ബാപ്പുട്ടിയും എടപ്പാളുകാരൻ ഷബീർ ഉസ്താദുമാണുള്ളത്. നമ്മുടെ മൈദീനിലാണ്, മലപ്പുറത്തുള്ള. ഞാൻ കൊണ്ടോട്ടി ഡയാലിസിസ് സെൻ്ററിൻ്റെ ഒരു നോമ്പ് തുറക്കാണ് ഞങ്ങൾ ഉസ്താദിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇദ്ദേഹം എന്നോട് ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞൊരു ആഗ്രഹമാണ് ഇൻഷാ അല്ലാഹ് മദീനത്തൊന്ന് പോകണം, മദ്ഹ് ഒന്ന് പാടണം എന്നുള്ളത്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം തോന്നണ ഈ ഒരു അവസരത്തിൽ. ആ ഒരു സമയത്ത് ഞാൻ ആഗ്രഹം പറഞ്ഞ ആ ഒരു സ്പോട്ടിൽ തന്നെ ഏറ്റെടുക്കുകയും അതുപോലെ ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം തോന്നി. അല്ലാഹു തആല കബൂലാക്കട്ടെ. ഈ ഉദ്യമത്തിന് സഹായിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാ. ചില സന്തോഷങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇതിൽപ്പെട്ട ഒന്നാണ്, വളരെ ചെറുപ്പത്തിലൂടെ വന്ന് രണ്ട് കണ്ണിൽ കാഴ്ചയില്ലാത്തതിൻ്റെ പേരിൽ അകക്കാഴ്ച കൊണ്ട് എല്ലാം കണ്ടു, ഖുർആൻ മനഃപ്പാടമാക്കി, ഖുർആൻ പാരായണ മത്സരങ്ങൾ നാഷണൽ ലെവലും ഇൻ്റർനാഷണൽ ലെവലുകളിലും ധാരാളം മികച്ച നേട്ടങ്ങൾ കൈവരിച്ച് ഖുർആൻ മസ്ജിദിൽ പലപ്പോഴും റംളാനൊക്കെ ഖുത്ബകൾ ഓതി ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട എടപ്പാൾ ഹാഫിൽ ഷബീർ അദനി മദീൻ ഫൈനൽ വിദ്യാർത്ഥിയാണ്. ഈ കഴിവുകളൊക്കെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്, അവരെ ഒരു ഊർജം നൽകുന്നതാണ് പ്രിയപ്പെട്ട റാബ ബാപ്പുട്ടി കൊണ്ടോട്ടി ഉംറക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. വളരെ സന്തോഷമുണ്ട്. കാരണം 10 മാസമായിട്ട് അതിൻ്റെ മുമ്പ് ഞാൻ അങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പ് പറഞ്ഞതാണ് ഇദ്ദേഹത്തിനൊരു ഉംറ വേണമെന്നുള്ളത്. അത് 10 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇതിനൊരു അവസരം ഒരുക്കിയത്. കാരണം എന്താ വെച്ചാൽ ഉസ്താദിനോട് ചോദിച്ചിട്ട് ഒരു ക്ലാസ് പോലും ലീവ് എടുക്കാതെ എല്ലാവർക്കും പറ്റുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് മതി എനിക്ക് ഉംറ എന്നാണ് പറഞ്ഞത്. അപ്പോഴും ഉസ്താദിൻ്റെ എല്ലാവിധ അനുഗ്രഹത്തോടു കൂടി തന്നെ പോകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ മാസം 16-ാം തീയതി ഫെബ്രുവരി 16-ന് അദ്ദേഹത്തിന് ഇൻഷാ അല്ലാഹ് ആ പറഞ്ഞ വാക്ക് പാലിക്കാണ്. ആ വിസയും ടിക്കറ്റുമാണ് ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഉസ്താദിൻ്റെ കൂടെ ഉസ്താദിൻ്റെ ഇപ്പോഴും കൂടെ പോരുന്നുണ്ട്. കാരണം ഇവരെ ഹിദ്മത്തിന് കൂടെ നിൽക്കാൻ ഒരാളും കൂടി ഉണ്ട് അല്ലേ, പെണ്ണല്ലേ? ഇൻഷാ അല്ലാഹ് അപ്പോൾ എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ 16-ാം തീയതി സൗദി അറേബ്യയിൽ വരുന്നുണ്ട്. അപ്പം ഇതിന് കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് ഇദ്ദേഹത്തെ റൗളയിലേക്ക് എത്താനും അതുപോലെ തന്നെ നമ്മുടെ ഹജറുൽ അസ്വദിന് മുത്തണം എന്നൊരാഗ്രഹം പറഞ്ഞിട്ടുണ്ട്. തിരക്ക് കാരണം പറ്റുമോ ഇല്ല എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്നിരുന്നാലും ഇതിന് എന്താ പറയുക സപ്പോർട്ട് ചെയ്യാന്നുള്ള അന്ന് ഞാൻ വീഡിയോ ഇട്ടെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആരാണെന്നോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നിരുന്നാലും ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മെസ്സേജ് അയക്കണം. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഹജറുൽ അസ്വദ് മുത്താനുള്ളൊരു സൗകര്യം കൂടി നിങ്ങൾ ഒരുക്കി കൊടുക്കണം എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഇതൊക്കെ കുറേ ഈ മേഖലയിലുള്ളവർക്ക് ഒരകക്കാഴ്ച വർദ്ധിപ്പിക്കാനും അവരുടെ ആഗ്രഹ സഫലീകരണത്തിനും അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. ഹറാമുകൾ ഒന്നും കണ്ടിട്ടില്ലാത്ത ധാരാളം സവിശേഷതകൾ നിറഞ്ഞ ആളുകളെ തിരിച്ചറിഞ്ഞ് ചെയ്യുന്നത് എല്ലാവിധ സന്തോഷം നൽകുന്നു. എല്ലാവർക്കും അറിയാം ഇദ്ദേഹം ഭയങ്കര വലിയൊരു പാട്ടുകാരനാണ്. മദ്ഹൊക്കെ പാടി പല ആളുകളെയും മദീനത്തേക്ക് ലയിപ്പിക്കുന്ന ഷബീർ ഉസ്താദിൻ്റെ 2 വരികൾ നമുക്ക് കേൾക്കാം. നിങ്ങളെ ഹൈലൈറ്റ് തന്നെ പാടിയാലോ?
എഴുതി ആരംഭം. മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട AP കാന്തപുരം ഉസ്താദിൻ്റെ അടുത്ത് വരെ എത്തിയപ്പോഴും അദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ പാടാൻ ആഗ്രഹിച്ച് കേൾക്കാൻ ആഗ്രഹിച്ച നമ്മുടെ കുണ്ടൂർ ഉസ്താദിൻ്റെ വരികളാണ്. തുടങ്ങാം. മദ്ഹെഴുതി തിരുനൂറെ കാണാനീ പാപി ബൂസൂരി മാമല്ല മധുവൂറും സ്വരമാലെ മധുഹൊന്ന് പാടി കുളിർപ്പിക്കാൻ ഒളിവർ ബിലാലുമല്ല ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഉസ്താദ് നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം നിലവിൽ നമ്മുടെ യുവാക്കളായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ഒരുപാട് ലഹരിക്കും അതുപോലെ തന്നെ ഇതിന് അടിമപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ നമ്മളെ ശരിക്കും സാഹചര്യം കൊണ്ട് ആയി പോകുന്നതായിരിക്കും. ഒരിക്കലും താല്പര്യത്തിൻ്റെ പുറത്തല്ല, പല സാഹചര്യം കൊണ്ട് വരുന്നവരായിരിക്കും. അപ്പോൾ ശരിക്കും നമ്മൾ അവരെല്ലാവരെയും കൂട്ടിച്ചേർത്തിട്ട് നല്ല രീതിയിൽ നീങ്ങണം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലതിന് വേണ്ടിയിട്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഞാനെന്നൊരു വ്യക്തി ആയിക്കോട്ടെ, എന്തിനും അതിന് കൂടെ ഉണ്ടാവും എന്ന് പറയുന്നു. ഇത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം എന്നും സ്നേഹം വേണം. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കൊണ്ട് പോവൽ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാം ഹൈറായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.